വില കൂടിയ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റുകൾക്കായി ഇനി ആയിരക്കണക്കിന് രൂപ കളയണ്ട കേട്ടോ. നാച്ചുറലായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കരിവാളിപ്പ് മാറ്റി സ്കിൻ ഗ്ലോ ആവാൻ സഹായിക്കുന്ന ഒരു സ്കിൻ ഗ്ലോ ഗമ്മീസ് ഉണ്ടാക്കിയാലോ? അതും വെറും 10 മിനിറ്റിൽ, അതും അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. ഇത് ദിവസവും ജ്യൂസ് അടിച്ച് കുടിക്കാൻ പലർക്കും സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഗമ്മീസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ദിവസവും 2 വെച്ച് കഴിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ടാനൊക്കെ മാറി നല്ല ഗ്ലോ ആവാനും ഉള്ളിൽ നിന്ന് തന്നെ ബ്രൈറ്റ് ആവാനും സഹായിക്കുന്ന ഗമ്മീസാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ക്യാരറ്റാണ്. അത് നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു പകുതി കഷ്ണം ബീറ്റ്റൂട്ട് വേണം. അതും നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഒരു ആപ്പിൾ എടുക്കുന്നുണ്ട്. വലിയ ആപ്പിൾ ആയതുകൊണ്ട് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 നെല്ലിക്കയാണ്. ഇതും അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് നമ്മുടെ സ്കിന്നിനെ ഉള്ളിൽ നിന്ന് തന്നെ ഹെൽത്തി ആക്കാനും ഡാമേജ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മുടെ ഈ ഗമ്മീസ് ഉണ്ടാക്കാനായിട്ട് അടിക്കട്ടിയുള്ള പാത്രം നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഗമ്മീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അഗർ അഗർ പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് വാങ്ങിക്കാൻ ഓൺലൈനായിട്ട് കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അഗർ അഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിന് അധികമൊന്നും ചേർക്കരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. അതുമാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് നന്നായി തിളപ്പിച്ചൊന്ന് എടുത്താൽ മതി. അധികം തിളച്ച് വറ്റിക്കൊന്നും വേണ്ട. നന്നായി തിള വരുമ്പോൾ തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് വയ്ക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറുമ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂർ തന്നെ വെച്ചാൽ മതി കേട്ടോ. അധികം നേരമൊന്നും വെക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും നമ്മുടെ ഗമ്മീസ്. ഇത് ദിവസവും ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി ഗമ്മീസ് ഇല്ലാതെയും നമുക്ക് ചെയ്യാം. ഗമ്മീസ് ഇല്ലാത്തവർക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് മറ്റേതാവുമ്പോൾ നമുക്ക് പുറത്ത് 2 ആഴ്ച വരെ എടുത്ത് വയ്ക്കാം. ഇത് ഫ്രീസറിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് വയ്ക്കുന്ന ആ ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും 2 ക്യൂബ് വെച്ചിട്ട് എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞ് അതിന് ശേഷം ഇതൊരു ഗ്ലാസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവും. അടുപ്പിച്ച് കുറച്ച് ദിവസം തന്നെ കഴിക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, നമ്മുടെ ഗമ്മീസൊക്കെ നമ്മുടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് ഹെൽത്തി ആക്കി വെച്ചാലേ നമ്മുടെ സ്കിന്നൊക്കെ ഹെൽത്തി ആവുള്ളൂ. പുറമേ നമ്മൾ എന്ത് പരട്ടിയാലും നമ്മൾ എന്ത് കഴിക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ സ്കിന്ന് നമ്മുടെ റിസൾട്ട് നമുക്ക് തരിക. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഗമ്മീസിൽ നിന്ന് 2 വീതം എടുത്ത് ഓരോ ദിവസം എടുത്ത് കഴിച്ച് അടുപ്പിച്ച് 1 മാസം നിങ്ങൾ കഴിച്ച് നോക്ക്. നിങ്ങളുടെ സ്കിന്നിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. രാവിലെ 3 ക്യൂബ് ഇതുപോലെ എടുത്ത് ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ഇതിൽ വെള്ളവും ചേർത്ത് കാലത്ത് കുടിച്ചു നോക്കൂ. നിങ്ങളുടെ സ്കിന്ന് മാറ്റം കാണാം. ഗമ്മീസ് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് കഴിച്ചാലും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകും. കണ്ടോ, ഇതുപോലെ കിട്ടും. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആകാനും ഡാമേജ് സെൻസൊക്കെ പോവാനും ഇതൊരെണ്ണം മതി. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടുള്ളതാ. നിങ്ങൾക്കിതിൽ മധുരം വേണമെങ്കിൽ തേൻ ചേർക്കാം കേട്ടോ. ഞാനിതിൽ തേൻ ചേർത്തിട്ടില്ല. ഞാനിങ്ങനെ തന്നെയാണ് കഴിക്കാറ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. മറക്കില്ലെന്നറിയാം കേട്ടോ, ഓർമ്മിപ്പിച്ചതാ. ഇനി നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ ശരി എന്നാൽ.